And for us who have been thrown into hell, mysterious melodies and the torturing images of a vanquished beauty will always bring us, in the midst of crime and folly, the echo of that harmonious insurrection which bears witness throughout the centuries to the greatness of humanity. എൻ്റെ പേരറിയാലോ, ഗോപിനാഥൻ മേനോൻ. ചെറിയൊരു ടെൻഷനുണ്ട്, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. നാട്ടിൻപുറത്തൊരു നായർ തറവാട്ടിൽ ജനിച്ച് വളരെ ഡ്യൂട്ടിഫുള്ളായിട്ട് അമ്മാവൻ്റെ മോളെ പ്രേമിക്കുകയും ചെയ്തു. കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ജോലി നോക്കി. ഇപ്പോൾ ഇവിടെ ഈ നഗരത്തിലാണ്. എന്നാലും മനസ്സുകൊണ്ടൊരു നാട്ടിൻപുറത്തുകാരനാണ്, ശീലങ്ങളിലും ടേസ്റ്റിലും. രേണുവയ്ക്ക് ഈ നാട്ടുമ്പുറം ഒരു തമാശയായിട്ട് തോന്നണ്ടാവില്ലേ? എനിക്ക് നാട്ടുമ്പുറം എന്നൊക്കെ പറയണത് സീരിയൽ കണ്ടുള്ള പരിചയമുള്ളൂ. നാട്ടുമ്പുറം അങ്ങനെ ഒരു അന്യപ്രദേശമൊന്നുമല്ല. വാസ്തവത്തിൽ അത് പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയല്ല, ഒരു ജീവിത രീതിയാണത്. അതെവിടെയും ഏത് നഗരത്തിലും നമുക്ക് കൊണ്ട് നടക്കാം. നാട്ടുമ്പുറം ഓ അങ്ങനെയൊന്നുമില്ല. രേണുക്ക് ഏതായാലും ഞാനൊരു നാട്ടിൽ കൊണ്ടുപോകാം. യു വിൽ ലൈക്ക് ഇറ്റ്.
യു മേ ഈവൻ റൈറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് എവിടെന്നാ പ്രചോദനം കിട്ടുമെന്ന് അറിയില്ല. ഏയ് ഞാനത്ര ക്രിയേറ്റീവ് ഒന്നുമല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്നു മാത്രം. അത്ര നിസ്സാരാക്കണ്ട. ഐ ഹാവ് റെഡി. ഓ, പെണ്ണ് കാണൽ എന്ന ചടങ്ങിനാണ് ഞാൻ വന്നതെന്ന കാര്യം തന്നെ മറന്നുപോയി. ഓക്കെ, നമുക്കിനി കാണാം. ബൈ. ഏതായാലും നമ്മൾ വിവാഹത്തിനാവാൻ തീരുമാനിച്ചല്ലോ അല്ലേ? രേണു, നീ എന്താ ആലോചിച്ചിരിക്കുന്ന മോളെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ചേച്ചി. മനുഷ്യരുടെ ജീവിതമല്ലേ മോളെ, അതൊരു അടഞ്ഞ പുസ്തകം പോലെയാ. അങ്ങനെ സ്വയം അടച്ചു പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ ചളിപ്പല്ല ഞാൻ അയാൾ കണ്ടത്. വളരെ ബ്രൈറ്റായ ഒരാൾ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അയാളോട് ഒരടുപ്പം തോന്നി. എൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ പ്രയാസമല്ല എനിക്ക്. അങ്ങനെ ഒരു മനുഷ്യൻ എന്തിനു സ്വയം ഇല്ലാതായി? ഐ വോണ്ട് ടു നോ ദാറ്റ്. നീ ഇനിയിപ്പോൾ റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതാൻ പോവാ? വാ, വന്ന് കാപ്പ് കുടിക്ക്. അച്ഛനും അമ്മയും ഒരു വക കഴിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കാൻ? നിന്റെ വിവാഹം മുടങ്ങിയതിൽ പിന്നെ ഞങ്ങളെന്താ സന്തോഷിക്കാ വേണ്ടത്? അച്ഛാ, നമ്മളുടെ ആരുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ലോ കല്യാണം മുടങ്ങിയത്. എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച ഒരാൾ ഏതോ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതിന് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഇത് നീ കരുതുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല മോളെ. ഒരു പെണ്ണിൻ്റെ കല്യാണം മുടങ്ങി ചെക്കൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വെളിയിൽ അറിയുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങളുണ്ടാവും. മനസ്സിലായി. ആ പെണ്ണിന് എന്തോ ശാപം ഉണ്ടെന്ന് പറയാം ആൾക്കാർ. ഭഗവാനെ, മോളെ രേണു, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. വൈ? ഈ ബുദ്ധി അയാൾക്ക് കല്യാണത്തിന് ശേഷം തോന്നിയതെങ്കിലോ നിന്റെ ജീവിതം പോക്കാവൂലായിരുന്നോ? ഇന്ന് കാലത്ത് ചേച്ചി ചോദിച്ചു, നീ ഇനിയിപ്പോൾ അയാളെ പറ്റി പുസ്തകം എഴുതാൻ പോവാണോ എന്ന്. പക്ഷേ ഐ ഡോണ്ട് നോ, പുസ്തകം എഴുതുമോ ഇല്ലയോ എനിക്കതറിയണം. അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തേ? പറഞ്ഞിട്ടെന്താ, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. നിങ്ങളവിടെ പോയിരുന്നു ആ നേരത്ത്? ആ, നിങ്ങൾ എവിടെയായിരുന്നാ പറഞ്ഞത്? പണ്ടാരടങ്ങാനായിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയതാ, ഇവൻ പറഞ്ഞിട്ട് തന്നെ. ഈ കുട്ടിയെ നല്ല മുഖപരിചയമുണ്ടല്ലോ. ഇത്ര നേരം കഴിഞ്ഞിട്ടും ആളെ മനസ്സിലായില്ലല്ലേ? ഇതെന്റെ ഭാര്യയുടെ അനുജത്തിയല്ലേ? അതുകൊണ്ട് ഐ, ഈ കുട്ടിയല്ലേ മിസ്റ്റർ ഗോപിനാഥ മേനോൻ ആലോചിച്ചത്? ആ, ഇപ്പൊ മനസ്സിലായി. മിസ്റ്റർ ഗോപിനാഥ മേനോന് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ലഡ്ഡു കഴിക്കണില്ലേ? മധുരം പാടില്ലേ? ഓ, പോയി സംസാരിച്ചിട്ട് വാ.
എന്തായി? അമ്മാവന് വല്ലൊരു മണ്ണാങ്കട്ടയല്ല മോളെ. ഇവന്റെ അമ്മയ്ക്ക് ഒരു അനാഥ കുഞ്ഞിനോട് സഹതാപം തോന്നി എടുത്തു വളർത്തി. അതാ ഞാൻ. ഇവൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ കുട്ടമ്മാന്ന് വിളിച്ചു. അങ്ങനെയാ ഞാൻ കുട്ടമ്മാവനായത്. ശരിക്കുള്ള പേര് വേറെ ഉണ്ട്. ഇതാ ഏതാണ്ട് ഇതിന്റെയൊക്കെ പോലെ തന്നെ. ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഗോപി മോഹൻ തമ്പി ബാങ്ക്. ഇത് വീരഭദ്രൻ നായർ. ഞാൻ പോലും ആ പേര് മറന്നു. ഞാനൊരു പാവമാ കുഞ്ഞേ. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ചില കയ്യബദ്ധങ്ങൾ പറ്റും. എടോ അവിടെ നിന്നേ. നിന്റെയൊന്നും ഔദാര്യം കൊണ്ടല്ലല്ലോ ഞാനിതുവരെ ജീവിച്ചു പോകുന്നത്. പിന്നെ നിനക്ക് എന്താ എനിക്കൊരു കള്ളു വാങ്ങി തന്നാൽ? അങ്ങനെ ഇപ്പൊ എന്റെ കാശ് കൊണ്ട് താൻ അടിച്ച് പൂസാവണ്ട. എടാ നിന്റെ തന്തയോട് ചോദിച്ചാൽ കള്ളു മേടിച്ചിരും. പിന്നെയാണോ നീയേ തന്തയ്ക്ക് വിളിക്കുന്നോടാ? എന്നെ തല്ലിയോടാ നീയേ? എന്തായി കാട്ടണേ? അടിക്കരുത്, എന്റെ ആകെയുള്ള അമ്മാവനാ. കുട്ടമ്മാവാ, താനിവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാന്നുള്ള മോഹം വെറുതെ. മോനെ, അതിന് പരുക്കുകളൊന്നും അപകടമുള്ളതല്ലല്ലോ. അമ്മാവനായതുകൊണ്ട് പറയല്ല, താൻ പണ്ടാറടങ്ങുള്ളൂ. ഒരു പ്രത്യേകതരം സ്നേഹമായിരുന്നു അവൻ എന്നോട്. വണ്ടി വിടറോ കുഞ്ഞെ. അവൻ പോയതോടെ എനിക്കാരുമില്ലാതായി. കുട്ടി, ഞാനൊന്ന് വായനശാല വരെ പോയിട്ട്. ആ കുട്ടിയും കൂട്ടി വരുടെ വഴിക്കും അടിച്ചുവോ? ഒരു വേദാന്തി. മോളിരിക്കൂ, ഞാൻ ചായ എടുക്കാം. ചേച്ചി, ഹായ്. ഇത് നിനക്ക് ഇപ്പൊ എവിടുന്ന് കിട്ടിയേ? അതൊക്കെ കിട്ടി. ഞങ്ങളുടെ ആകെ ഉള്ളൊരു ഫോട്ടോയാ അത്. ആണോ? ആ, അതിങ്ങെടുത്താ. അതെ, ഇത് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി പാടത്ത് വെച്ചോട്ടെ. ഇങ്ങോട്ട് തരാം. പാടത്ത് കിളികൾക്ക് ചിരിക്കാനാ. ഗോപി, അതിവിടെ തരാൻ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൻ വരുമ്പോഴല്ലേ ഇവിടെ ഇങ്ങനെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവുള്ളൂ വിശാലം. അതുകൊണ്ട് എന്നെ ഇവനോട് അടങ്ങിയിരിക്കാൻ പറയണേ. ഇവൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം അങ്ങോട്ട് പോവും. പിന്നെ ഇവിടെ പഴയതിൽ നിശബ്ദാവും. അമ്മേ, താടെ ഇങ്ങോട്ട്. ഭർത്താവിന്റെ നല്ല മീശ കേട്ടോ. എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ? ആ, വഞ്ചി കടിച്ചു പിടിച്ചങ്ങനെ പോലെ. കുട്ടികളില്ലാത്തതിന്റെ വിഷമം അവനെ കാണുമ്പോഴാണ് ഞാൻ മറക്കുക. അവനെയാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നതായിട്ട് കൂടി ഞാൻ കണ്ടിട്ടില്ല. അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നതാ ശ്രീദേവിയെ, ഞങ്ങളുടെ അമ്മാവിൻ്റെ മോള്. അവൾ അവനുള്ളതാണെന്ന് എല്ലാവരും തീരുമാനിച്ചിരുന്നതുമാണ്. എന്നിട്ടും അവൾ വേറൊരാൾ വിവാഹം കഴിച്ചപ്പോൾ അവനതിന് നിലവിളിക്കാനൊന്നും പോയില്ല.
ഒന്നേ കണ്ടുള്ളൂ അത്ര അവളെ. അപ്പ തീരുമാനമായി. പെണ്ണിന്റെ ഒരു ഭാഗ്യേ, അല്ലാണ്ടെന്താ. കോവിലകത്തിന്റെ ഏക അവകാശിയായ തമ്പുരാനാണേ. അവള് സമ്മതിച്ചോ? അല്ല, ഇത്രയും വലിയൊരു ആലോചന വന്ന് എല്ലാവരും സന്തോഷിക്കുമ്പോൾ അവൾക്ക് പിന്നെ എന്താ പറയാൻ പറ്റുക മോനെ? മോനിനി അവളെ ഓർത്ത് വിഷമിക്കണ്ട. അവള് നന്നായി വരട്ടെ. പിന്നെ നീ നാളെ കല്യാണത്തിന് വരണ്ട. നീ വന്നാ ശരിയാവില്ല. നീ ഇപ്പോൾ നാട്ടിൽ വന്നത് പോലും ആർക്കും അറിയില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി. അത് കളയേച്ചി. അവള് വേറെ കല്യാണം കഴിച്ചെന്ന് കരുതി ദേവദാസ് ആവാനൊന്നും എന്നെ കിട്ടില്ല. വിഷമമുണ്ട്, ശരി തന്നെയാ. അതുകൊണ്ട് തൂങ്ങിച്ചാവേ, വേറെ ആളെ നോക്കണം. ഒരു തവണേ അവൻ കരയണത് ഞാൻ കണ്ടിട്ടുള്ളൂ, അമ്മ മരിച്ചപ്പോൾ. വാ. ഞാൻ പോരാ. ചേച്ചി ശരിക്കും നമ്മുടെ അമ്മ പോയി.
കുട്ടി ഇപ്പൊ ചോദിച്ചത് വളരെ നന്നായി. ഗോപി മരിച്ചപ്പോൾ ബോഡി കൊണ്ടുവരാനൊക്കെ ഞാനും ഉണ്ടായിരുന്നു. കരയാതെ എന്താ ഇത്? കുറേ ദിവസം എനിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല. എന്തിനാ അവനിങ്ങനെ? ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറേശ്ശെയായിട്ട് മറ്റു പലതും മറക്കണ പോലെ അവനെ മറന്നു. ഇപ്പം അവനെപ്പറ്റി വീണ്ടും ആലോചിക്കുക. ആരായിരുന്നു അവനെനിക്ക്? എന്തേ അവനിങ്ങനെ വേഗം തീരാൻ? ഞാനൊക്കെ ഇങ്ങനെ തുടരുകയും. ശരിക്കും എന്തിനുള്ള കാരണം അറിയേണ്ടത്? അവൻ മരിച്ചു പോയതിൻ്റെയോ അതോ ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെയോ? രണ്ടിൻ്റെയും. അവനെൻ്റെ ജൂനിയറായിരുന്നു സ്കൂളിലും കോളേജിലും. സാഹിത്യത്തിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ കരുതിയത് അവൻ്റെ എഴുത്തുകാരനാകുമെന്നാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എൻജിനീയറിങ്ങിന് സെലക്ഷൻ കിട്ടിയപ്പോൾ അവൻ നാട്ടിൽ നിന്ന് പോയി. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കയ്യൂർ സമരനായകൻ, ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാ VK നായനാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇന്ന് വൈകുന്നേരം കൃത്യം 6 മണിക്ക് അരയല്ലൂർ വായനശാല ഗ്രൗണ്ടിലെത്തുന്നു. കർഷക സമരങ്ങളുടെ പടനായകനും തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പോരാളിയുമായ സഖാ VK നായനാർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ഇടയ്ക്ക് അവൻ ലീവിൽ വന്നാലും അവൻ്റെ ആ മുറപ്പണിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയലായിരിക്കും. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ആ ഗോപി, നീ എപ്പോ വന്നടാ? എനിക്കെന്ന് രാത്രിയിലെ ഞാനോട് വരാമെന്ന് വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഇവൾക്കൊരു ടെസ്റ്റ് ഉണ്ട് കോഴിക്കോട്. അപ്പോ സഖാവ് നാനായുടെ പ്രസംഗം കേൾക്കാൻ നീ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിനക്കൊക്കെ ഇതിലെന്താ താല്പര്യം? ഹേയ്, അങ്ങനെയല്ല. നായനാരുടെ പ്രസംഗം സാധിക്കുമെങ്കിലും ഞാൻ മിസ് ചെയ്യില്ല. നിങ്ങളുടെ വരട്ട് കമ്മ്യൂണിസം മാത്രമല്ല, നേരിട്ട് ഉള്ളിന്ന് വരണത്. പോടാ പോടാ. അപ്പൊ നാളെ കാണില്ലേ? നാളെ ഉറപ്പായിട്ടും കാണും. പോട്ടെ. ആ പെണ്ണിന്റെ കല്യാണത്തിന് ശേഷം അവൻ തീരെ നാട്ടിൽ വരാതായി. അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴാണ് അവൻ പിന്നെ വന്നത്. ആ എടാ ഗോപി. ആ, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അത് ഞാൻ വന്നത്. ഓ, ഞാൻ അറിഞ്ഞില്ല. ആ വഴിക്ക് പോയിട്ട് കുറേ ആയി. അമ്മയ്ക്ക് എന്താണ്? പ്രായത്തിൻ്റെ ഒക്കെ തന്നെ. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ കുറച്ചെല്ലാം ആയുർവേദമൊക്കെ ആയിട്ടിങ്ങനെ. നീ ഇപ്പോൾ എവിടുന്നാണ് വരുന്നത്? ഞാനിപ്പോൾ ഗുജറാത്തിൽ നിന്ന്. എന്താ നിന്റെ നെറ്റിയിൽ? ഓ, അതൊന്ന് വീണതാ. കുറേ ആയി. ഞാനും വീട്ടിലേക്കുണ്ട്. എനിക്കിതിൻ്റെ അമ്മയൊന്ന് കാണാം. എവിടെ ബെഡ് പാൻ? ആണിനോ പെണ്ണിനോ? എൻ്റെ അമ്മയ്ക്ക് അടവും. എന്തത്? അത് 2 ലാർജ്. ഏയ്, എനിക്ക് വേണ്ട. ഇപ്പോഴും കഴിക്കില്ല? ഇല്ല. എന്നൊന്നു മതി. ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്ന് ആഗോള സഖാക്കൾ മദ്യപിക്കാൻ തുടങ്ങിയിട്ടും ഈ ലോക്കൽ സഖാവിന് യാതൊരു മാറ്റവും ഇല്ല.
മാഷ് എന്താ കല്യാണം കഴിക്കാത്ത? അപ്പൊ താനോ? ഞാൻ മാഷ് കെട്ടിയിട്ട് കെട്ടാന്ന് കരുതിയിരിക്കുക. അവൻ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, രൂപത്തിലും ഭാവത്തിലും പഴയ ആ സ്നേഹം. അതിപ്പോ വാ. അമ്മ മരിച്ചപ്പോൾ അവൻ അതുവരെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു. ഞാനിനി കേരളം വിട്ട് എവിടെയും പോണില്ല. കുറേ കാലം അലഞ്ഞു നടന്നു. പക്ഷേ ഒരുപാട് മനുഷ്യരെ കണ്ടു, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും. ഒറ്റയ്ക്കായ മനുഷ്യരൊക്കെ നിസ്സഹായരാ. അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും സഹായിക്കണം. സഹായിക്കാനായില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കണം. നീ ഇപ്പോഴീ പറയുന്ന ആളുടെ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ. പിന്നീട് തിരുവനന്തപുരത്തേക്ക് അവൻ പോകുന്നത് വരെയുള്ള കുറേ മാസങ്ങൾ ഞങ്ങൾ മിക്കപ്പോഴും ഒരുമിച്ചായിരുന്നു. അവനെ ഞാൻ ശരിക്കറിഞ്ഞതും ആ സമയത്താണ്. If you don't become involved in politics, politics will eventually become involved in you. V.I. Lenin. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇത് നിന്നെപ്പോലെ അരാഷ്ട്രീയം എന്ന് സ്വയം നടിക്കുന്നവരെ ഓർമ്മിപ്പിക്കാനാണ്. നീ കേട്ടാ കുന്നമ്പറം വരെ ഒന്ന് നടക്കാൻ. നീ നടക്ക്, എനിക്ക് വായനശാലയിൽ കുറച്ച് പണിയുണ്ട്. കണക്ക് നോക്കല്ലേ. എന്തായി കാവല നിന്റെ ഭാര്യയ്ക്ക്? പ്രസവിച്ചോ? 5000 രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. രക്തം പോകുന്നുണ്ട്, നിർത്തിയില്ലെങ്കിൽ അപകടമാണെന്നും പറഞ്ഞു. ഡോക്ടർ അന്നമ്മ തോമസ് അല്ലേ? അതെ മാഷെ. പോവാം നമുക്ക്. അന്നമ്മ തോമസ് ഇങ്ങനെ പലതവണയായി കേട്ടോ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി. നോക്ക്. അതെ, തർക്കിച്ച് നിൽക്കാണ്ട് ആശുപത്രി പോയി ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ ആ കുട്ടി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ വല്ല ആശുപത്രിയിൽ കൊണ്ടാക്കാം. അല്ലാണ്ട് വെറുതെ സമയം കളഞ്ഞിട്ട് ഡോക്ടർ അന്നമ്മ തോമസിന്റെ വീട് എവിടെ? എന്ത് തെമ്മാടത്തിനാ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം? ഐ എം ഡോക്ടർ അന്നമ്മ. മിണ്ടാതിരിക്കവിടെ. അവരോടൊന്നും ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറ. ചെറിയ പെൺകുട്ടികളെ കുരുതി കൊടുത്തിട്ട് താനും തന്റെ ഈ അളപ്പക്കാരിയും കൂടി അങ്ങോട്ട് സൂക്ഷിക്കണ്ടോ? 2 ജീവിതം നിങ്ങൾ തകർത്ത്. അവരോടൊന്നും ബഹളം വെക്കാതിരിക്കാൻ പറയുന്നു. മനുഷ്യരുടെ ദുരന്തങ്ങളോട് എത്ര ആത്മാർത്ഥമായിട്ട് അവൻ പ്രതികരിക്കുമെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത്. എടോ, താനൊരു ഡോക്ടർ തന്നെയാ, സമ്മതിച്ചു, വലിയ പദവി തന്നെയാ. പക്ഷെ വലിപ്പത്തിന്റെ കൂടെ തന്റെ ഉത്തരവാദിത്വം കൂടും. അത് താൻ മറന്നു. തന്റെ ഭാര്യ. എടോ, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരലാടോ തന്റെ പണി, അല്ലാണ്ട് മരണത്തിലേക്ക് പറഞ്ഞേക്കില്ലല്ല. ഗോപി, കേസിൽ നിന്ന് നിന്റെ പേര് വെട്ടിയിട്ടുണ്ട്.
നിനക്ക് ധൈര്യമായിട്ട് പോകാം. കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണ്ട. തിരുവനന്തപുരത്ത് നീ എന്താ പരിപാടി? എൻ്റെ ചില എഞ്ചിനീയർ സുഹൃത്തുക്കളുണ്ട് അവിടെ. എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്കണം. സൂക്ഷിച്ച്. പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നത് കുറെ കഴിഞ്ഞ തിരുവനന്തപുരത്ത് വെച്ച്. ഞങ്ങൾ അധ്യാപക സംഘടനയുടെ പേരിൽ നിരാഹാരത്തിലായിരുന്നു. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങില്ലേ സാറേ, പറയുന്നൊന്ന് കേക്ക്. എന്താ ഗോവിന്ദ കാണും ഈ അസമയത്ത് അലമുണ്ടാക്കല്ലേ സാറേ. അർത്ഥമില്ലാത്ത പാട്ട് നിന്റെ ഒക്കെ പട്ടിയാക്കും. ഓടെ ഗോപി പോടെ. ജനാർദ്ദനൻ ഒരു പിടിയും കിട്ടണല്ലോ. അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. പക്ഷെ ഇതെന്താ ഏർപ്പാടാ? പാതിരാത്രിക്ക് അടിച്ച് ഫിറ്റായിട്ട് ഇതാണോ തൻ്റെ ഇപ്പോഴത്തെ ജീവിതം? ഐ വർക്ക് ആൻഡ് ഐ ലീവ്. ഇത് ഇടയ്ക്കാക്കി എങ്ങനെ ഈ ബോറന്മാര് പോയില്ലേ ഉമാരെ? സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നിരാഹാര സമരം. ഈ 7ാം ദിവസം. സഖാവേ, ശരിക്കും പട്ടിണി നടക്കാനാണോ? അതെ. നിങ്ങൾക്കൊന്നും കുറച്ച് ദിവസമായിട്ട് ശമ്പളമൊന്നും ഇല്ലല്ലേ? നീ പത്രമൊക്കെ വായിക്കാറുണ്ടല്ലേ? ഞങ്ങളുടെ കുടുംബങ്ങളും പട്ടിണിയില്ല സാറേ. ഇപ്പൊ വരും. കയ്യിലുള്ള കാശൊക്കെ എടുത്തേ. ഉള്ളൊക്കെ എടുക്ക്. മീശ കണ്ട് കാശെടുക്ക്. ഇങ്ങെടുക്ക്. എണ്ണൊന്നും വേണ്ട. എത്രയാന്ന് വെച്ചാൽ പിന്നെ തരാം. ഇങ്ങെടുക്ക്. അല്ല എന്റെ കയ്യിൽ 10 പൈസയില്ല. എന്ത് മാല കിടന്ന് നിലവിളിക്കില്ലെന്ന്. കാശെടുത്ത് തിരിച്ചുതരാം. സമരം നടക്കുക. 7ാം ദിവസാ. നിങ്ങളുടെ സമര ഫണ്ട് എവിടെയാ? എന്താ പറയ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കറക്റ്റ് തന്നെയാ. പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങണോ കാര്യങ്ങൾ? ഒരു ജീവന കൊണ്ടുള്ള കളിയല്ലേ? കാര്യങ്ങൾ ഇതിലും ഒക്കെ മോശമാകും ഗോപി. ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ നാളെ വരാം. പെണ്ണിനെ പറ്റിയുള്ള സകല വിശേഷങ്ങളും. നിരാഹാര സമരം 8ാം ദിവസം. ചെല്ല്, ഇനിയെങ്കിലും പോയി ഉറങ്ങാൻ നോക്ക. പിറ്റേന്ന് കാണാമെന്നവൻ പറഞ്ഞു. പക്ഷേ കാലത്ത് സമരം ഒത്തീർപ്പായതോടെ ഞങ്ങൾ സ്ഥലം വിട്ടു. പിന്നീട് ഞാൻ അവനെ ജീവനോടെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല.
ശരിയാണ്, ഞാൻ ഗോപിയേട്ടൻ അമ്മാവന്റെ മകളാ എന്ന് വെച്ച് അങ്ങേര് തൂങ്ങിച്ചത്തെന്തിനാന്ന് എനിക്കറിയോ. നിങ്ങൾ ഇങ്ങനെ വന്ന് അന്വേഷിച്ചു തന്നെ തമ്പുരാൻ അറിഞ്ഞാ മതി. മൈ ഡിയർ സിസ്റ്റർ, ഒരു ക്രൈം സ്റ്റോറി ചെയ്യാനൊന്നുമല്ല ഞാൻ വന്നത്. മിസ്റ്റർ ഗോപിനാഥ മേനോന്റെ ആത്മഹത്യയിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാലോ എൻ്റെ ഉദ്ദേശം. നിങ്ങൾ ചെറുപ്പം മുതലേ അറിയാവുന്നവരായതുകൊണ്ടും ഏറെക്കാലം ഇഷ്ടത്തിലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും വെറുതെ ഒന്ന് അന്വേഷിച്ചു എന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ മാപ്പ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ശരിയാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പരീക്ഷയ്ക്ക് എന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഗോപേട്ടന്റെ കൂടെ ഇങ്ങനൊരു യാത്ര തരാമല്ലോ എന്നുള്ള സന്തോഷത്തിലാ ഞാൻ. പരീക്ഷയൊക്കെ നടന്നോളൂ. അമ്പടി, നീ ആള് കൊള്ളാലോ. എടാ ഗോപി, നീ എപ്പോ വന്നടാ? മിനിഞ്ഞാന്ന് രാത്രിയില്ലേ. ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ എങ്ങോട്ടാ രണ്ടാളും കൂടെ? പറ്റില്ലേ ചേട്ടാ? അവിടെ വരെ 1500 രൂപയെ. 1500 രൂപ ഇല്ലാതെ പറ്റില്ല. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നൂടെ? ഇവിടെ ആരും വരാനും പോണില്ല ചേട്ടാ. ഇത് പറ്റില്ല പറഞ്ഞാ പറ്റില്ല, അത്ര തന്നെ. എന്നാ പിന്നെ നിങ്ങൾക്ക് വേറെ പണിക്കോ? ഒരു ദിവസം 1500 രൂപ പോടെ. ആ സമയത്ത് 500 രൂപ ഇങ്ങോട്ട് വന്നേർക്കേ. 1500 രൂപയാണോ അത്ര? പോവാൻ പറഞ്ഞു ഞാൻ. മിന്നൽ ബസ് സമരത്തിന്റെ ലാഭം ഇപ്പൊ ഇവർക്കാ. ഇങ്ങനെ നിന്നാ പറ്റില്ല. നമുക്ക് റൂം എടുത്താലോ? കാലത്തെ ബസ്സിന് പോവാം. എന്താ പേടിയുണ്ടാ? എന്തേലും മാറാൻ വേഷങ്ങളൊന്നുമില്ല. അപ്പൊ പേടിയില്ല. ലൈറ്റ് അണയ്ക്കട്ടെ? അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. പക്ഷെ അന്ന് രാത്രി ഒരേ മുറിയിൽ കിടന്നുറങ്ങിയിട്ടും ഞങ്ങൾ പരസ്പരം വിരലുകളിൽ പോലും സ്പർശിച്ചില്ല. അതായിരുന്നു ഞങ്ങളുടെ സ്നേഹം, തികച്ചും മനസ്സിൻ്റേത്.
അതുകൊണ്ട് തന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് യാതൊരു കുറ്റബോധം ഉണ്ടായില്ല. നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ? ഗോപിയേട്ടനും മനസ്സറിഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. എൻ്റെ വിവാഹത്തിന് ശേഷം ഇത്രയും കഴിഞ്ഞിട്ടാണല്ലോ ഗോപിയേട്ടൻ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഇനി എന്നെ ആരും കുറ്റം പറയില്ലല്ലോ. നിങ്ങളിനി പോയിക്കോളൂ. തമ്പുരാൻ ഇപ്പോഴിങ്ങെത്തും. പിന്നെ നിങ്ങളുടെ വരവിനെ കുറിച്ചൊക്കെ വിശദീകരിക്കേണ്ടി വരും. അതൊരു സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ. ഹീസ് ഓൾവേസ് സ്ട്രിക്റ്റ്, ടു ദി പോയിന്റ്. പിന്നെ എന്താ സംശയം? തമ്പുരാൻ ഈ വഴി പോയപ്പം ചേച്ചി ഒന്ന് കണ്ടു കളയാന്ന് കരുതി. ഇതെന്റെ ഫ്രണ്ട് മാരിയൻ. ഹലോ. കുട്ടി ഇപ്പോ വന്നത് വളരെ നന്നായി. അതാ കണ്ടില്ലേ, ഗോപിനാഥന്റെ ഫ്രണ്ടാ, ആന്ധ്രക്കാരനാ. ഒരു വക പറഞ്ഞാ മനസ്സിലാവില്ല. അദ്ദേഹം ഇവിടെ ഇല്ല. പെൻഷൻകാരുടെ മീറ്റിങ്ങിനാന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയതാ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ പറയാന്ന് വെച്ചാ ഒരുപാട് യാത്ര ചെയ്ത് വന്നതാവും പാവം. കുഴിമാടത്തിൽ പോണോന്ന് പറഞ്ഞു കൊണ്ടുപോയി. 1 മണിക്കൂർ ഒരേ നിലയിൽ നിന്നു. പിന്നെ വന്ന് കിടന്നതാ. വീണു. I am Rajshekhar Rao, Gopinathan's friend. We were together in Gujarat, Ahmedabad. They were all engineers. Gopinathan, Karthavarayan, Nirmal Pandey, Nisarg. I was with my bank there. I strayed into their company and soon a great friendship developed between Gopinathan and me.
They were staying in an old mansion rented by their company. I used to visit them during evenings and holidays. લાલ ફોન કરાવતા કેટલી વાર મારો લગ્નના માળવામાં આવ્યા છો પૂરી લાગી ગઈ ઈજો આવી ગઈ ભાઈ ઝટ કામ પતાવો കോൺസെൻട്രേറ്റ് பண்ண முடியல ഇവ വേറെ പരദേശി ഭാഷയിലെ കത്രാ പരദേശി ഭാഷ നല്ലത് അത് ഇവിടുത്തെ ഭാഷയാ ഗുജറാത്തി അത് ശരി തമിഴ് ഒഴികെ ബാക്കിയെല്ലാം പരദേശിയാ വായ മൂട്ട് പോട് നീ ഓട് हे चाचा खाना तैयार है എന്താ സുന്ദരിക്കുട്ടി ഇന്നത്തെ ഭക്ഷണം या अल्लाह क्या कह रहे हैं நீ ரொம்ப அழகா இருக்குன்னு சொல்றான் क्या बोला నువ్వు చాలా చక్కగా ఉన్నావు. The girl Naseem, caretaker Kalam's daughter, was very dear to everyone there. We were all fond of her singing too. அந்த பொண்ணு பேசுற மொழி நமக்கு தெரியல, நாம பேசுற மொழி அந்த பொண்ணுக்கு தெரியல. எனக்கு மனசுக்கு எவ்வளவு சந்தோஷமா இருக்கு தெரியுமா? देतीला चल खेळायमध्ये ध्यान दे. One minute. ആരത്? या अल्लाह Karthavarayan and Gopinathan had a funny fight over her one day. Just 2 lines. दो लाइन. क्या फरमाते हैं मुझे जाने दो. பாருமா சொல்றத கேளுமா. ரெண்டே வரி பாடு. மத்தத நான் பாத்துக்கறேன். देखिए मैं कुछ समझती नहीं. சொல்றத கேளுமா. பாடுன்னு சொல்றேன்ல. எப்படி சொல்றது? मुझे छोड़िए. நில்லு. मुझे छोड़िए आप. Go. Hey, look. He is searching her. No Gopi. நான் எவ்வளவு நேரம் சொல்லிட்டு இருக்கேன் புரியாம. அம்மா. എന്താണ് നീ ഇവിടെ ചെയ്തേ? Gopi, what is this? ഇവിടെ ഉദ്രവിക്കാൻ നോക്കാ. കൊല്ലിട്ട്. Gopi. என்ன போய் இப்படி தப்பா புரிஞ்சிட்டேடா? வெட்டி போட்டாலும் எனக்கு அந்த மாதிரி என்ன வருமாடா? நான் பச்சை தமிழன்டா. Gopinathan was very fond of my daughter too. He was so close to my family. ikkadara come here. ikkadara come here. ഇവിടെ വാ. ഈ ഇല്ലു എക്കടെ ഉണ്ടമ്മ? where is your house? നിങ്ങളുടെ വീട് എവിടെയാണ്? బోన్ చేయండి. have your food. తెలీదు ఎలా ఇంజనీర్ అయ్యాడు. That applies to you too. அட போயா, தமிழ் தெரிஞ்சாலே போதும். கிருஷ்ணவேணியோட எக்ஸாம் முடியறது 9ஆம் தேதி, கல்யாணம் 12ஆம் தேதி. அதனால் இவங்க 3 பேரையும் கல்யாணம் பொண்ணு அம்மா அக்கா இந்த 3 பேரும் ஊருக்கு காமிச்சிட்டு நானும் கிருஷ்ணவேணி 11th தான் போக முடியும். ஓஹோ,
கோபி அவனோட தண்ணி ரொம்ப ஓவர் ஆகாம நீ தான் பார்த்துக்கணும். குழந்தைக்கு పరీక్ష வருது. నా కూతురు పరీక్షల గురించి నువ్వేం బాధపడకు, నేను చూసుకుంటా. నీ కూతురా? తల్లిలేని బిడ్డని పెంచితే నా బిడ్డ అంటావే, ఎంత స్వార్థం నీకు. ఇంకా లేదు. నాట్ ఎనీమోర్. നോട്ട് എനി മോർ. ഓക്കെ, ഇനിയില്ല. 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 Krishnaveni did her exams well until the last day. That day she had eye fever in the morning. She wrote the exam badly, and then in the evening the fever subsided and she died. A quiet death. Only Gopinathan accompanied me to Andhra with my daughter's body. One minute, I will come. Hey, I will pay. Gopi, just a minute. ఏమండి పెట్టి తీసుకెళ్ళాలి తిమ్మరెడ్డిపల్లి దాకా వస్తారా? వీల్లేదయ్యా, కారులో తీసుకుపోకూడదు, చూపెట్టాను. కొంచెం అర్జెంట్ వెళ్ళాలండి. లేదు 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 పో, లేదు పో, కారులో చూపెట్టి తీసుకోకూడదు. ఎన్నిసార్లు చెప్పాలి, వెళ్ళవయ్యా. No one is prepared to take the coffee. They say it is inauspicious. I don't know what to do, Gopi. My daughter. Wait, I will try. We pay you more money. చూపెట్టిన కారులో తీసుకెళ్ళకూడదు, ఎన్నిసార్లు చెప్పాలయ్యా, వెళ్ళవయ్యా, వెళ్ళు. How much you want? I will pay more money. చెప్తే అర్థం కదా, వెళ్ళు. നിങ്ങളൊക്കെ മനുഷ്യന്മാരാ? ഒരു കൊച്ചു കുട്ടിയുടെ ബോഡി വീട്ടിലെത്തിക്കാൻ പറ്റില്ലെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണേ? വൃത്തികെട്ടവന്മാര്. ఏయ్, మా ఊరికి వచ్చి మమ్మల్ని తిడతావా? గొడవపడతారు ఎందుకయ్యా? నీ బాడీని నా లారీలో తీసుకెళ్తాను, కొంచెం అది మనసాక్షి ఉండాలయ్యా. చూసావా, ఒక్కడైనా వచ్చాడేమో. ఇంతకీ ఇక్కడ 20 ట్యాక్సీలు ఉన్నాయి, అయినా ఒక్కడు కూడా రాలేదు. అసలు వీళ్ళకి ఆడపిల్లలు ఉన్నారా లేరా? നിന്നെ പോലൊരു കുട്ടിയാ ഇതിൻ്റെ ഉള്ളില് മരിച്ചുപോയി.
I didn't want to wreck my niece's marriage by taking my daughter's body there. So I put Gopi and the coffin in a hotel and went for the wedding alone. ഇക്കടറ, കം ഹിയർ, ഇവിടെ വരൂ. ഗോപി, ആ, മരുമോളുടെ കല്യാണം ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? നോ വൺ ആസ്ക് ഫോർ കൃഷ്ണവേണി. ഇതൊരു വലിയ ശിക്ഷയായി പോയി. ദിസ് വാസ് ടു മച്ച് ടു ബെയർ. ഇതിനകത്ത് നിങ്ങളുടെ മോളാണ്. ഇന്നലെ വരെ നമ്മുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടി. I couldn't even see her. I know she's here inside. ఇనకాలేదు ఇది ఇల్ల ఇంకా లేదు. ഏത് ഭാഷയിലായാലും എന്താ, കരച്ചിലൊക്കെ ഒരുപോലെ തന്നെ. എനിക്കറിയാം, അയാളൊരു സ്ട്രേഞ്ച് കേസുമായിട്ട് ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നിരുന്നു. വീട്ടിലാണ് വന്നത് രാത്രി. നമസ്കാരം. ഞാൻ ഗോപിനാഥൻ മേനോൻ. എഞ്ചിനീയറാണ്. ഇവിടെ എംപയർ ബിൽഡേഴ്സ് ജോലി ചെയ്യണം. അകത്തേക്ക് വിളിച്ചിരുത്തി സംസാരിച്ചൂടെ? അല്ല, അത് സാരമില്ല. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വന്നാ. എൻ്റെ ഒരു പരിചയക്കാരന് ഒരു പരാതി ഉണ്ടായിരുന്നേ. അയാളുടെ കുറേ സാധനങ്ങൾ മോഷണം പോയി. പരാതിയൊക്കെ സ്റ്റേഷനിലല്ലേ? അല്ല, ഇതൊരു പ്രത്യേക പരാതിയാണ്. ആരായാള്? ഒരു കള്ളനാ. കള്ളനോ? ആരായാളുടെ സാധനങ്ങൾ മോഷ്ടിച്ചത്? ഒരു പോലീസുകാരനാ. എന്താണ് മിസ്റ്റർ, നിങ്ങൾക്ക് വട്ടാണോ? കള്ളന്റെ മുതൽ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്നിട്ട് എവിടെയാ കള്ളൻ? ഇങ്ങോട്ട് വാ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നീ ആരാടാ? കള്ളൻ. പേര് പറടാ. തൊരപ്പം വാസു. റാസ്കൽ. തൊരപ്പം നിന്റെ തന്തയിട്ട പേരാണോടാ? അല്ല, പോലീസുകാരിട്ട പേരാ. എന്തൊക്കെയായിരുന്നടാ നിന്റെ സാധനങ്ങള്? ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ, വായിക്കേ. ചെറിയ മണ്ണെണ്ണ സ്റ്റവ് 1, തകരപ്പാട്ട 1, സ്വർണ്ണമാല 2 പൗണ്ട് 1, പുല്ലുപായ 1, സ്വർണ്ണമോതിരം 1, പ്ലാസ്റ്റിക് ബക്കറ്റ് 1, പാൻസ് 2, ഷർട്ട് 4, ബ്രാസിന്റെ ടേബിൾ ലാമ്പ് 1, അലൂമിനിയം പാത്രങ്ങൾ ചെറുതും വലുതും 4, ഹാർമോണിയം 1. അതെവിടെ നടാ നിന്റെ ഹാർമോണിയം? കട്ടതാ. കളവ് മുതൽ കളവ് പോയി എന്നാടാ പരാതി. അത് കട്ടതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതാ. എഞ്ചിനീയറാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ കേട്ട കള്ളന്മാരുടെ വക്കാലത്ത് പറയാൻ തന്റെയൊക്കെ പണിയല്ലേ? എഞ്ചിനീയർമാരും ഡോക്ടർമാരും പുരോഹിതന്മാരും പോലീസുകാരും കള്ളന്മാരും ഒക്കെ മനുഷ്യന്മാര് തന്നെ സാറേ. അയാൾ എന്നാ കള്ളന് വേണ്ടി ഒരുപാട് നേരം എന്നോട് തർക്കിച്ചു. എനിക്ക് അയാളുടെ വാദഗതികൾ ഖണ്ഡിക്കാനായില്ല, അയാളെ സഹായിക്കാനുമായില്ല. രേണുവിന്റെ ചേട്ടച്ചാരെ ആളൊരു വഷളാട്ടോ. അയ്യോ, അതൊരു പാവമാ. പാവമൊന്നുമല്ല, അതിന്റെ നോട്ടം കണ്ടിട്ട് മഹാപെശകാ. ചേച്ചേ, നിനക്ക് എല്ലാ ആണുങ്ങളെയും സംശയ. ആണുങ്ങളൊക്കെ ബോറന്മാര് തന്നെയാ. Who speaks against men here? ഹായ് മുരളി. ഹായ്. ഡൽഹിനെ പറ്റി കാലത്തെത്തി. മുരളി ഫോട്ടോഗ്രാഫർ.
artist. She's Renuka. We were together in Mumbai. Hi. And you're with? ഞാനവിടെ പഠിക്കുകയായിരുന്നു. All right. Her father was income tax commissioner there. അവളുടെ അച്ഛൻ റിട്ടയർ ആയപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നു. And then she was with me. ജേർണലിസവും പഠിത്തവും കഥയെഴുത്തും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ കൂടി. Oh, so you're a writer, eh? She has published 3 books, sir. Sorry, ഞാനൊന്നും വായിച്ചിട്ടില്ല. അത് മുഖം കണ്ടാലേ അറിയാം. Well, I don't read Malayalam. And the books are in English. Well, honestly, the only books I read, books on art. It's okay, Murli. Hey, who is this guy? ഇത് രേണുകയുടെ ഫ്രണ്ട് ഗോപിനാഥൻ മേനോൻ. ഹീസ് നോ മോർ. I see. എപ്പോഴാണ് നിന്റെ വിദേശയാത്ര? തീരുമാനിച്ചിട്ടില്ല. Hey, I know this guy. Yes, I know him. ഞാൻ ഇയാളെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. How come? ആകെ ഒരു തവണ മാത്രമേ ഞാൻ അയാളെ കണ്ടിട്ടുള്ളൂ. ഒരു രാത്രി. പക്ഷേ എനിക്ക് അയാളെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ജിജോയുടെ ബാച്ചലർ പാർട്ടിയാണ്. ഐ ഷോട്ട് ദിസ് ഫോർ ഹിം. പക്ഷേ ആ തെണ്ടി ഇതുവരെ കാസറ്റിൻ്റെ പൈസ പോലും തന്നിട്ടില്ല. ഞാനിവിടെ ഹെൽസിങ്കി പോയപ്പോഴാണ് നമ്മുടെ നാടിനെ പറ്റി മനസ്സിലാക്കിയത്. ഇതെന്റെ ഫ്രണ്ട് ഗോപി. ഹലോ. ഇത് പിന്നെ അറിയാലോ, നമ്മുടെ ഫേമസ് തിരുമേനി. ഹാവ് എ നൈസ് ടൈം. ഓക്കേ. എന്ത് തനിക്ക് ബോധിച്ചില്ലേ? തിരുമേനി പറയുന്ന ഒരു നല്ല കാര്യങ്ങൾ സംശയിച്ച് നിൽക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അങ്ങനെയൊന്നും അല്ല തിരുമേനി. പിന്നെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ തെളിച്ച് പറയാ. ഇതുവല്ല ഇവിടെ പറയടോ. എന്ത് കഷ്ടം. നമ്പൂതിരിമാരോട് തർക്കിക്കണമെങ്കിൽ അത്യാവശ്യം വായനാശീലമൊക്കെ വേണം. ശൂദ്രന്മാർക്ക് അത് എവിടെ നിന്നുണ്ടാവാനാ? ഒന്ന് പിടിച്ചേ തിരുമേനി. ഒന്നും കൂടി വരും. ഓ വരാം. ഉത്തരം കിട്ടിയാ മതി. എവിടേക്ക് കാണിച്ചാ വരാം. വരുന്നേ. ഇത് പിടിക്കപ്പോ വരാം. പറയാ. ഉത്തരം പറയാ. എന്താ കുട്ടി ഇങ്ങനെയൊക്കെ? കഴിക്കോളൂ, ഒക്കെ ഭേദാവും. വേഗം. തിരുമേനിയുടെ നാടെവിടെ? കരണ്ടാട്ടാ, പൊക്കോളൂ. എന്ത് പണിയാണ് ഇഷ്ട? നീ ഇതിന്റെ ഒരു കോപ്പി ഇവൾക്ക് കൊടുക്കണം. ഓ യാ, ഷുവർ. Let's go. Yeah. Hey Murli, will you drive us back? ഓ യാ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, അയാൾ എന്തിനായിരുന്നു? ഹലോ മോളെ, ഇത് ഞാനാ. എന്ത് ഇത്ര വൈകിയത്? ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന് വിളിച്ചോണ്ട് വരാം. സ്കൂട്ടറിൽ വേണ്ടേ? ഹലോ, ഞാൻ കാലത്ത് എത്തിക്കോളാം ചേച്ചി. ഗുഡ് നൈറ്റ്. ചേട്ടൻ രാത്രി വന്ന് വിളിച്ചോണ്ട് പോവാന്ന്. ഞാൻ പറഞ്ഞില്ലേ അയാളൊരു സന്ദർഭം നോക്കിയിരിക്കാന്ന്. നീ പോടി.
സാറേ എന്താ? ആരാ? കള്ളന. പക്ഷെ സത്യമായിട്ട് ഇപ്പൊ കണ്ടിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ചിത്രം കണ്ടപ്പോ നോക്കി നിന്നുപോയതാ. ചിത്രത്തിലുള്ള ആളെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹത്തെ പോലെ ഒരാളെ അറിഞ്ഞാ പിന്നെ മറക്കൂല. അദ്ദേഹം മരിച്ചുപോയി എന്നറിയോ? എന്റെ ദൈവമേ, എപ്പോഴ്? സാറേ, ഞാൻ അറിഞ്ഞില്ല സാറേ. ഒരു മോഷണ കേസിൽ 6 മാസത്തെ തടവും കഴിഞ്ഞിറങ്ങി ഞാൻ നേരെ ചെന്നത് പുഷ്പാങ്കദം പോലീസിന്റെ വീട്ടിലേക്കാണ്. നേരെ പോയാൽ മതി. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഞാൻ പുഷ്പാങ്കദം പോലീസിനെ ഏൽപ്പിക്കുക. നീ ഏത്? അയ്യോ, പോലീസ് തന്നെ വാസു, തുരപ്പൻ വാസു. യാത് തുരപ്പൻ പാടേ. പക്ഷെ ഇത്തവണ അയാൾ എൻ്റെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി. എന്നെ പരിചയം പോലും ഇല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. എന്താന്ന് മേടിച്ചോണ്ട് നിക്കണത്? പോയി ചാച്ചി, ഒരു ജീവിതകാലം മുഴുവൻ മോട്ടിച്ചുണ്ടാക്കിയ മുതല ചതിക്കരുത്. കണ്ട കള്ളന്മാരുടെ മുതലുകൾ മോട്ടിക്കലാണടാ ഞങ്ങളുടെ ജോലി. നീ ആരുടെ മുറ്റത്തുനിന്നായി പറയുന്ന നോർത്താ? അയ്യോ, ഇത് ഞാൻ കട്ടതാ ചാച്ചി. കണ്ടവന്റെ മുതല ശാപം കിട്ടും. ആ മനുഷ്യൻ തിരിച്ചിങ്ങ് വരണേ മുമ്പേ പോവാൻ നോക്കടേ. ഞാനിനി എങ്ങോട്ട് പോവാൻ ചാച്ചി? എന്താ ബഹളങ്ങള്? എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പെങ്ങന്മാരെ. ഞാൻ അങ്ങനെ ഇരുന്ന് കരയുക. അപ്പോഴാ സാറതിലെ വന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ ഇവിടെ വന്നേ, ഇവിടെ വാടോ. എന്തിനാടോ ഇങ്ങനെ റോഡിലിരുന്ന് കരയണേ? എന്റെ എല്ലാം പോയി സാറേ. ഏതാ താൻ? ഞാനൊരു കള്ളനാ. അത് ശരി. എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോ ഞാൻ എന്റെ സങ്കടങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണ് പോണത്. ഇത്തവണ അയാളെല്ലാം അടിച്ചു മാറ്റി. എന്നിട്ട് എന്നെ കണ്ട പരിചയം പോലും ഇല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. എന്റെ ഹാർമോണിയം പോയതാണ് സാറേ കൂടുതൽ സങ്കടം. താൻ കരയണ്ട. ഞാൻ നശിച്ചു സാറേ. അങ്ങനെയൊന്നും പറയല്ലേ. വാ, നമുക്ക് വഴിയുണ്ടാക്കാം. സാറൊന്ന് ജയിലിൽ പോയി കിടന്നു നോക്കണം. ചില നേരത്തെ ദാഹിച്ച പച്ചവെള്ളം പോലും കിട്ടത്തില്ല. അദ്ദേഹം എന്നെ ഒരു ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ. കണ്ടവന്റെ മുതൽ മോട്ടിച്ച് നോക്കണം, അപ്പൊ അറിയാം വേദന. നീ ആരാടാ? കള്ളൻ. പേര് പറടാ. തുരപ്പൻ വാസു. തുരപ്പൻ നിന്റെ തന്തയിട്ട പേരാണോടാ? അല്ല, പോലീസുകാരിട്ട പേരാ. ആ കൊശവൻ ഇൻസ്പെക്ടർ ഞങ്ങളെ സഹായിച്ചില്ല. എങ്ങനെയുണ്ടോ? കൈ തടിക്കുന്നു സാറേ. കക്കാനാ? കക്കാനും വായിക്കാനും. എടാ പെരുങ്കള്ള, തനിക്ക് ഞാനിത് വാങ്ങിച്ചു തരാൻ പോവാ, മനസ്സിലായോ? ഓ, വാങ്ങിച്ചു തന്നില്ലെങ്കിലും കാണിച്ചു തന്നാ മതി സാറേ. സ്ഥലം മനസ്സിലായല്ലോ. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും
കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം ഓർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞെന്നു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വെച്ചു. നീയതു കാണാതെ കാറ്റിൻ്റെ മറവിലൂടെ കരയ്ക്കെങ്ങോ തുഴഞ്ഞുപോയി. കടവത്ത് ഞാൻ മാത്രമായി. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? അദ്ദേഹം ഒരു വലിയ ആളായിരുന്നു. ഞാൻ പോട്ടെ പെങ്ങന്മാരെ. രേണു, നീ എൻ്റെ മൊബൈൽ കണ്ടോ? ഇവിടെ വച്ചിരുന്നു. എൻ്റെ പേഴ്സും കാണാനില്ല. പ്ലീസ് കം. സോറി, കൊലപാതകങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാറില്ല. ആത്മഹത്യയാണെങ്കിൽ പറയൂ.
ഹലോ, ആരാ? പറയൂ. 8:45. ഏത് പാലത്തിന്റെ? ബോർഡ് തിരിച്ചറിയാൻ പറ്റുമോ? ആ, ഓക്കെ ഓക്കെ. ആ, ആരാ ആത്മഹത്യ ചെയ്തത്? ഞങ്ങളല്ല. ഇരിക്കൂ. ഞങ്ങളൊരു സ്ക്വാഡാണ്. സ്ക്വാഡ് സ്റ്റഡിങ് സൂയിസൈഡ്സ്, SS സൂയിസൈഡ്സ്. കേരളത്തിൽ സംഭവിക്കുന്ന ആത്മഹത്യകൾ പഠിക്കുക. ഇന്ത്യയിൽ ആത്മഹത്യകളുടെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണല്ലോ. അതിൻ്റെ കാരണങ്ങൾ എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടെത്തുക. ഇതാണ് ഞങ്ങളുടെ മിഷൻ. ഞാൻ ഡോക്ടർ കാലിഗാരി. ഇനി പറയണം, ആരാള് ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഗോപിനാഥ മേനോൻ ആത്മഹത്യ ചെയ്തത് 2002 മാർച്ച് 2-ന്. ഗോപിനാഥൻ മേനോൻ. Look there. ഇയാളുടേതൊരു സ്ട്രേഞ്ച് കേസാ. വ്യക്തമായ ഒരു മോട്ടീവ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ശ്യാമള, ഗോപിനാഥൻ മേനോന്റെ ഫ്ലാറ്റിലെ ജോലിക്കാരിയായിരുന്നു. മരിക്കണേന്റെ തലേദിവസം രാത്രി ഗോപിനാഥ മേനോൻ കൂട്ടുകാരുമായി ഫ്ലാറ്റിൽ മദ്യപിച്ചിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എടാ മഗ്രാത്തിന്റെ യോർക്കർ പോയിട്ട് സച്ചിൻ 6 അടിച്ചത്. എന്നിട്ട് അടുത്ത പോലെ ഔട്ട് ആയില്ലേ സച്ചിൻ? ഔട്ട് എന്ത് ഔട്ട്? LB ഒന്നല്ല, വെറുതെ കൊടുത്തതാണ്. എടാ അമ്പയർ ഇങ്ങനെ കൈ പൊക്കി LB അത് ഔട്ടാണ്. സച്ചിൻ സെഞ്ചുറി അടിച്ച ശേഷം വെറുതെ LB കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. വെറുതെ സെഞ്ചുറി അടിച്ചിട്ട് എന്ത് കിട്ടാനാ? നീ മഗ്രാത്തിന്റെ ബോളിംഗ് കണ്ടോ? എന്താ സ്പീഡ്? എടാ അമ്പയർ ഇങ്ങനെ LB വിളിച്ച് കൈ പൊക്കിയാൽ അത് ഔട്ടാണ്. ഇത് ശരിയാവൂല. ഈ സമൂഹ മദ്യപാനം ഇവിടെ പറ്റൂല. ഇതെന്റെ വീടാണേ. ഞാൻ നിങ്ങളുടെ അവിടെ ഒന്ന് മദ്യപിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മര്യാദക്കാ ഒരു തവണ ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ച്. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഞാൻ അങ്ങോട്ടും വരുന്നില്ല. വല്ലപ്പോഴും മദ്യപിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ തനിച്ച് തന്നെ ആയിക്കോളാം. ഈ ഗ്രൂപ്പ് മദ്യപാനം വേണ്ട. ഇന്നിപ്പോ ഏതായാലും നടക്കട്ടെ, ഇനി വേണ്ട. ഇതിപ്പോ ഗോപിനാഥൻ സാർ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഇരിക്കണ്ടെന്നാണ്. നമുക്ക് പോവാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് കരുതിയിട്ട് പോവാണെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. വാടാ പോവാം. വാടാ. നല്ല അടിപൊളി ബാറുണ്ട്. നിനക്കൊക്കെ ബാറിൽ നിന്ന് മദ്യം മേടിച്ചു തരണം അല്ലേ? ഇറങ്ങിയ കാശുണ്ടെങ്കിൽ മദ്യം കിട്ടില്ല ഇഷ്ടം പോലെ. ഭക്ഷണം റെഡിയായി, ഞാൻ പൊയ്ക്കോട്ടെ. ശ്യാമള പോയാലെങ്ങനെ? ഭക്ഷണം കഴിക്കണ്ടേ? അവരൊക്കെ പോയി. ഭർത്താവിനെന്താ അസുഖം? എപ്പോഴും ക്ഷീണ, കിടപ്പ് തന്നെ. എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ട് ഒരു ഗുണവുമില്ല. നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂല, ദഹിക്കൂല. ശ്യാമള വിഷമിക്കാതിരിക്കേ. എല്ലാ തരക്കാരോടും ഒരുപോലെ സ്നേഹമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഗോപിനാഥ മേനോൻ സാർ. എൻ്റെ പരിചയത്തിലുള്ള ഒരാളുണ്ട്.
ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ആ ഭർത്താവിനോട് പറയും നമുക്ക് നാളെ നല്ലൊരു ഡോക്ടറെ കാണാം. വരട്ടെ. വാ. അന്ന് രാത്രി നേരം വൈകിയതിൻ്റെ പേരിൽ എന്നെ വീട് വരെ കൊണ്ടാക്കി. പിറ്റേന്ന് കാലത്താണ് ഇത് നാരായണൻ. ഇയാളായിരുന്നു അന്ന് രാത്രി ടാക്സി ഓടിച്ചിരുന്നത്. അന്ന് രാത്രി ടാക്സി ഓടിച്ചത് ഞാനാ. പാവപ്പെട്ടവര് എന്റെ മോളെ രക്ഷിച്ചതിന് സാറിന് പുണ്യം കിട്ടും. ശരി, ഇങ്ങനെ ഒരു ചെറിയ പെൺകുട്ടി ഉപദ്രവിക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? മോക്കൊന്നും സംഭവിക്കില്ല. വീട്ടിൽ പൊക്കോ. വരട്ടെ. ഇത് 100 രൂപ കൂടുതലുണ്ടല്ലോ സാർ. അത് താൻ തല്ലുകൊണ്ടേനാ. എന്നാലും സാറിനെ ഞാൻ സമ്മതിച്ചു. സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വണ്ടി നിർത്തലായിരുന്നു. എങ്കിൽ ആ പാവം കൊച്ച്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഇതൊന്നും സമ്മതിക്കില്ലടോ. ഞാനെന്നാ മനുഷ്യനെ മനസ്സുകൊണ്ട് തൊഴുതു. ওই জামাটা গেল কোথায়? এখানেই তো ছিল। সালা Daddy, it's not working. What is it? Get lost. Daddy, you are a big bore. Stupid girl. আমরা তো বেড়াতে এসেছি রিল্যাক্স করব বলে, এত মেজাজ গরম করছো কেন? তুমি মেয়ের মেজাজটাও তো খারাপ করছো। ഗുഡ് മോർണിംഗ്. क्या है? What is it? ദിസ് റൂം കമറയും ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നതിന്, റൂം കാമിച്ചതിന് എനിക്കു കാശ് വേണം. मैंने तो 10 रुपया दिया था ना. But my salary. Salary? Yes. 100. 100? Yes. 100 rupees? अरे भाई, what is your name? Gopinath Menon. Gopinath Menon? Yes. Gopinathan Menon.
100 টাকা দাও তো, দাও না, দাও। Here, take it. এত দিলদরিয়া হয়ে গেলে কবে থেকে? Gopinathan Menon, Empire Builders, Trivandrum. আমার একজন খুব ভালো বন্ধু আছে এখানে, ও আমাদের হেল্প করতে পারে। চলো ওর সঙ্গে দেখা করি। ഞങ്ങൾ 3 എഞ്ചിനീയേഴ്സ് ആയിരുന്നു കമ്പനിയിൽ. ഓണർ അങ്ങ് ദുബായിലാ. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഞങ്ങളിടയ്ക്ക് കൂടും. നല്ല കമ്പനി ആയിരുന്നു ഗോപിനാഥ് സാറ്. പിന്നെ ആ തല്ലുപുളി പാട്ട് നിർത്താൻ പറയണോ? അതെന്താ ഗോപിനാഥ് സാർ അങ്ങനെ പറയണേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടൂടെ? ആ എന്നാ പിന്നെ നിങ്ങളായിട്ട് രസിച്ചോ, എന്നെ ഇറക്കി വിട്. വാ, വണ്ടി നിർത്തണോ? വണ്ടി നിർത്താൻ. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങില്ലേ സാറേ? പോടാ സാറേ അവിടെ നിൽക്കുന്ന എന്താ ഗോപിനാഥ് സാർ ഇത്? അലമുണ്ടാക്കല്ലേ? അർത്ഥമില്ലാത്ത പാട്ട് നിന്റെ ഒക്കെ പട്ടി വെക്കും. പോളെ കയ്യിലുള്ള കാശൊക്കെ എടുത്തേ. ആ മേടിച്ചിക്കണ്ട് കാശൊക്കെ എടുക്ക്. ഇങ്ങോട്ട് ആ എത്രയാന്ന് വെച്ചാൽ പിന്നെ തരാം. ഇങ്ങോട്ട് അല്ല പിന്നെ എടുത്തേ. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഇല്ല എന്ത് മാല? ആ ഇത് മതി. മാല പറഞ്ഞില്ലേ കിടന്ന് നിലവിളിക്കില്ലെന്ന്. ഈ മാലയൊക്കെ പൊടിച്ചിട്ട് ഭയങ്കര കഷ്ടം കേട്ടോ. എല്ലാ കാര്യത്തിലും വളരെ ഇമോഷണൽ ആയിട്ട് ഗോപിനാഥ് സാർ പ്രതികരിച്ചിരുന്നു. നടക്കുക 7-ാം ദിവസാ. ആളൊരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യണതിന്റെ തലേ ദിവസം നിങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്നില്ലേ? അതെങ്ങനെ മേഡത്തിനറിയാം? അറിയാം. അത് ശരിയാ. അദ്ദേഹത്തിന്റെ ഫ്ലാറ്റില്. ഹൗ വാസ് ഹി ദാറ്റ് നൈറ്റ്? സ്റ്റോപ്പ് ഇറ്റ്. വെരി ഫ്രണ്ട്ലി. സർ എന്തേ? ഇവര് ഗോപിനാഥ് സാറിനെ കാണണമെന്ന് പറഞ്ഞ് ആഫീസിൽ വന്നതാ. അത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല. ഞങ്ങൾ സംസാരിച്ചോളാം. ഓ Excuse me, where can I find Mr. Gopinathan Menon? We thought we will meet him. He's an old friend. Well, unfortunately, he died 3 months back. Oh. How did he die? He committed suicide. What? Gopinathan Menon committed suicide? Impossible! বন্ধ করো! It can't be. সব রকমের রাজত্ব করা বন্ধ করো! Don't tell me that. Don't tell me. আমার উপর অনেক রাজত্ব করেছে তোমরা। আমার কত বয়স হয়েছে জানো? 72 বছর। We were staying together in Calcutta. My family was not with me in those days. Gopinathan was with an engineering firm. I was working as the manager of a chit fund company. In my search for chit defaulters, Gopi used to accompany me in his free time. তারপর আমার স্বামী এলেন, আমার রাজা। উনি চলে গেলেন। আমার সন্তানেরা আমার ওপর কর্তৃত্ব ফলাতো। আমার নাতি নাতনিরা তারা আমার ওপর কর্তৃত্ব ফলাতো। এই সরকার আমার ওপর সর্বোপরি কর্তৃত্ব ফলাতো। কিন্তু আর আমি কারো রাজত্ব সহ্য করব না। কাউকে আমার ওপর হুকুম দিতে দেব না, রাজত্ব করতে দেব না। বুঝেছো?
Hey, Gopi! বুঝেছো না? আমার কথা না শুনে চলে যাবে না, চলে যাবে না তুমি শালা শুয়োরের বাচ্চা, যাবে না. What was she saying, Gopi? അവരവരുടെ സങ്കടങ്ങൾ അവരുടെ ഭാഷയിൽ എന്നോട് പറഞ്ഞു. ഞാനത് എൻ്റെ ഭാഷയിൽ മനസ്സിലാക്കി. ഇനി തൻ്റെ ഭാഷയിലേക്ക് ഞാൻ പറഞ്ഞു തരണം. Arey, what are you saying? Nothing. ভদ্রলোক কি আসবেন না আসবেন না? হ্যাঁ হ্যাঁ স্যার, উনি আসবেন। আরো 5 মিনিট। ওই তো ভদ্রলোক আসছেন। রতনবাবু, এই রতনবাবু, রতনবাবু শুনুন। গোপী, রতনবাবু শুনুন, টাকা না দিয়ে পালানোর তাল করছেন। রতনবাবু, 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 রতনবাবু শুনুন। রতনবাবু, রতন বাবু ദേ പോണു. We were always together in those days. One day, Gopinathan came home with a companion. Hello. Come. Hey, Gopi! Who is this girl? She's Anjali. Give us something to drink. Make fast. 1 minute. Hi, Anjali. മോളെ ഏത് ഭാഷയല്ലേ ഇപ്പോൾ? ലുക്ക്, ആക്ച്വലി ഐ മീൻ ഈ മോളുടെ വീട് എവിടെയാ? വീട് ശരി. ആ തുമക്കോ ഈ അത് ശരിയാവില്ല. Now? Now tell me, who is she actually? She's Anjali. 1 hour of questioning, that's all I got. I met her at the busy street. Heavy traffic. She was standing alone at the center of the road, crying. No one seemed to bother. I ran up to her, took her in my arms, and then she doesn't answer me. You are incorrigible. Arey, taking such unnecessary risks? What do you mean? You want me to leave this beautiful thing to the mindless crowd? Please ask her where her house is. Ask her in your language, Baba.
বলো তো বাবা, তোমার বাড়ি কোথায়? ওই তো চলে গেছে। কোন স্কুল? ওই তো গাছের তলায়। গাছের তলায়? There, a house near a school under a tree. দেখেছি শারদ প্রাতে তোমার, দেখেছি মাধবী রাতে তোমার, দেখেছি শারদ প্রাতে তোমার। A tree and a school. Okay. তোমার বাড়ি এখানে? দেখো দেখো, এখানে তোমার বাড়ি। ওই দেখো গাছটা, ওই গাছটা। না 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 না। বলো। Let's go. দেখেছি হৃদি মাঝারে তোমায়, দেখেছি হৃদি মাঝারে। Stop. অঞ্জলি অঞ্জলি অঞ্জলি, Hey, come. Your mother. Hey, no, hey, no. But Anjali is back with her parents. How could such a person? എന്ത് വൃത്തികേടാ ചേട്ടനി കാണിക്കുന്നേ? ഞാൻ ഇതിന്റെ ടെക്സ്ചർ കണ്ടപ്പോ Bullshit. എന്ത് പണിയാണ് ഇഷ്ട?
ഒരുപാട് ബോധന്മാരിങ്ങനെ ജീവിച്ചിരിക്കുമ്പോ എന്തിനായിരുന്നു? Why? Why? यहाँ पर किस तरह नजरें उठाऊं, कहीं पर खून के धब्बे, कहीं मासूम की बिंदी, कहीं यहाँ बुक्का चीखे। அன்னைக்கு ராத்திரி அவன் ஓவராக குடிச்சிட்டு வந்தான். വന്നിച്ചിരുന്നു സാബി. என்னப்பா காலையில் உடம்பு எப்படி இருக்கு? அப்படியே தான் இருக்கா? என்ன போய் தப்பாக நினச்சியாடா படுபாவி. കാത്തവരായ ഐ ആം റിയലി സോറി. ഇവളെ നീ എന്താ ചെയ്യാൻ നീ വിചാരിച്ചു? சீப்போடா, அந்த பொண்ணு நமக்கு தங்கச்சி மாதிரி. തങ്കച്ചിമാരി അല്ലടാ, ഇവള് നമ്മുടെ സ്വന്തം അനിയത്തി തന്നെയല്ലേ. ഇവളെയൊക്കെ ആരെങ്കിലും ഉപദ്രവിക്കാന്ന് പറഞ്ഞാ സഹിക്കാൻ പറ്റൂടാ? പറ, സഹിക്കാൻ പറ്റുമോ? சகிക്കാൻ പറ്റില്ല. அவனால் தாங்கிக்க முடியல. ஜப்பான் இவதான் அவன். ஒருத்தர் ரெண்டு பேர் இல்லை, பல பேர் சேர்ந்து செவரல் பீப்புள். அவன் ஏன் செத்தான்னு கேட்குறீங்களே, நான் ஏன் சாகலைன்னு கேளுங்க. எனக்கு சூடு சொரணம் இல்லை. ஏன்னா எனக்கு பொண்டாட்டி பிள்ளைங்க இருக்காங்க. அவங்களுக்காக ஒவ்வொரு நிமிஷமும் நான் அவமானப்பட்டு வாழ்ந்துட்டு இருக்கேன்.
നസീം, यहाँ पर मौत के सायों का डेरा है, यहाँ पर बस अंधेरा ही अंधेरा है। ये दुनिया मेरी दुनिया तो नहीं है, ये दुनिया मेरी दुनिया तो मेरी दुनिया नहीं है। ജീവിച്ചിരിക്കാനുള്ള നാണക്കേട് കൊണ്ട് বেঁচে থাকার লজ্জা সহ্য না করে ఉయ్యిరోడ ఇరుకుమాంగర వెక్కకేడాల ఇక జీవించడమే ఒక అవమానకరం. जिवंत राहिलोय त्याची शरम येते. जीवता રહેવાની शरम આવે છે.